പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മളിന്ന് വീണ്ടും പരിശോധിക്കുന്നത് തിരുവചനത്തിൽ നിന്നും 22-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. ശൗൽ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലും അതിനുശേഷം തൻ്റെ കാഴ്ച ആ പ്രകാശത്തിൻ്റെ തേജസ് മുഖാന്തരം നഷ്ടപ്പെടുകയും ചെയ്തു. ആ 11-ാം വാക്യത്തിലേക്ക് വന്നു, ആ വെളിച്ചത്തിൻ്റെ തേജസ് നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല മതിപ്പുള്ളവനും ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനുമായ അനന്യാസ് എൻ്റെ അടുക്കൽ വന്ന് നിന്ന്, സഹോദര ശൗലെ, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു. അവനെ കണ്ടു. അനന്യാസിനെ കാണുകയാണ്. അനന്യാസ് വന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനോട് കാഴ്ച പ്രാപിക്കാൻ പറയുന്നു. അവൻ ശൗൽ കാഴ്ച പ്രാപിക്കുകയാണ്. അപ്പോൾ 14-ാം വാക്യം, അപ്പോൾ അവർ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഇനിയും താമസിക്കുന്ന എന്തിന്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അനന്യാസ് വന്നു, ശൗലിൻ്റെ മേൽ കൈവച്ചു. ശൗലെ, സഹോദര, നീ കാഴ്ച പ്രാപിക്കാം. ദൈവത്തിൻ്റെ നീതിയും ദൈവിക ഇടപെടലും ദൈവത്തിൻ്റെ ഹിതവും നീ മറ്റുള്ളവരിൽ അറിയിക്കേണ്ടത് എന്തെന്ന് നിനക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനോട്, ഇനിയും നീ താമസിക്കുന്നതിന് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ സ്നാനമേൽക്കുക. അപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യവാനും നല്ല കായികാഭ്യാസവും അറിയുന്നവനും അപ്പോൾ തന്നെ റോമ പൗരത്വമുള്ളവൻ, പരീശനായി ജീവിച്ചവൻ, ഗമാലിയലിൻ്റെ കാൽക്കീഴിൽ നിന്ന് ന്യായപ്രമാണം പഠിച്ചവൻ, അതിയായ ഒരു അഭിവാഞ്ചയോടെ ന്യായപ്രമാണം പഠിച്ചവനുമായിരുന്നു പൗലോസ്. ഈ ശൗൽ എന്ന മനുഷ്യൻ പൗലോസായി മാറുകയാണ് ഇവിടെ. കാരണം ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ക്രിസ്തുവുമായുള്ള ആ ഒരു ഇടപെടൽ, ക്രിസ്തു അവനോട് ഇടപെടുകയും ആ സമയത്ത് തനിക്ക് ദൈവാത്മാവിനാൽ ലഭിക്കുന്ന ആത്മീയ വെളിപ്പാടിനാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മർമ്മം അവൻ്റെ ഉള്ളിൽ നൽകപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെയുള്ളൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, നീ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകിക്കളയുക. അപ്പോൾ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുക എന്നാണ് പറയുന്നത്. അവൻ്റെ നാമം, ആരുടെ നാമം? ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുക. ഇവിടെ ന്യായപ്രമാണ പൂർത്തീകരണത്തിലൂടെ ന്യായപ്രമാണപ്രകാരം ജീവിച്ചു വന്ന ശൗൽ ഈ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തുവുമായുള്ളൊരു എൻകൗണ്ടർ നടക്കുകയാണ്. ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനാകുകയും ആ മഹാപ്രകാശത്തിൽ തൻ്റെ കണ്ണുകൾ അന്ധമായി പോവുകയും ചെയ്യുമ്പോൾ അവൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു അത്യന്തമായ ആത്മീയ അത്ഭുതം അവിടെ നടക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ പറഞ്ഞ ശൗൽ പോലും അവിടെ സ്നാനം ഏൽക്കുകയാണ്. കാരണം ക്രിസ്തു തൻ്റെ സ്വർഗീയ പൗരത്വത്തിൻ്റെ പൂർത്തീകരണം യോഹന്നാനിലൂടെ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കാണിച്ചപ്പോൾ ആ സ്നാനം ഏൽക്കുന്നതിലൂടെ താൻ ഒരു സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ ആകുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു മർമ്മം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അത് നമ്മളേവർക്കും അതേ രീതിയിൽ തന്നെ ക്രിസ്തു കാണിച്ച മാതൃക നാം പിന്തുടരണമെന്നുള്ള സത്യവും കർത്താവായ ദൈവം നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ ഇതാ ശൗൽ എന്ന ന്യായപ്രമാണ പഠനത്തിലൂടെ ന്യായപ്രമാണ പ്രകാരം ജീവിച്ച ക്രിസ്തു വിശ്വാസികളെ കൊന്നുമുടിക്കുവാൻ പുറപ്പെട്ടു വന്ന അതേ ശൗൽ തന്നെ ഇവിടെ ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞ് സ്നാനം സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുകയാണ്. ഇതുപോലെ നമ്മൾ ഏവരും ഇത്തരത്തിൽ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൽ ജീവിക്കാനും ക്രിസ്തുവിനായി താൻ സ്വയം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പാപക്ഷമ ചോദിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനമേൽക്കണമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. നമ്മളും ഒരു പുതിയ മനുഷ്യനായി, ശൗൽ മനുഷ്യൻ പിൽക്കാലത്ത് പൗലോസായി മാറിയതുപോലെ
ക്രിസ്തുവിനെ അതിയായി അനുഭവിച്ചറിഞ്ഞ് പ്രസംഗിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തി സഭകൾ സ്ഥാപിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിലായിത്തീരാം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, ക്രിസ്തുവിലൂടെ ജീവിക്കാം. ക്രിസ്തുവിനായി തന്നെ നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പാവങ്ങൾ സ്വയം ഏറ്റുപറയുവാൻ നാം തയ്യാറാകുമ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയും സ്വർഗീയ നന്മകളും സ്വർഗീയ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്കും ദൈവനീതിയിലേക്കും കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.